കെ സുധാകരന് മുന്നിൽ കീഴടങ്ങി കോൺഗ്രസ് ദേശീയ നേതൃത്വം. കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കാൻ ധാരണയായി. പാർട്ടി വിടുമെന്ന കെ സുധാകരന്റെ ഭീഷണിയെ തുടർന്നാണ് ദേശീയ നേതൃത്വം മുട്ടുമടക്കിയത്. അതേസമയം കോന്നിക്കായി വിലപേശൽ തുടരുകയാണ്. അടൂർ പ്രകാശ് പാർട്ടിയാണ് വലുതെന്ന FB പോസ്റ്റ് പിൻവലിച്ചു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ഒപ്പം ചേരുന്നു. നന്ദഗോപൻ, ഈ സുധാകരന് സീറ്റ് കിട്ടില്ലെന്ന് കരുതിയാണ് അടൂർ പ്രകാശ് പോസ്റ്റ് ഇട്ടതെന്ന് തോന്നുന്നു. അതായത്, എനിക്ക് പാർട്ടിയാണ് വലുത്, സ്ഥാനാർത്ഥിത്വമല്ല, ഒപ്പം നിൽക്കും പാർട്ടിയുടെ വിജയത്തിനായി എന്നൊരു പോസ്റ്റ് ഇട്ടു. ഞാനും അത് വായിച്ചതാണ്. എന്നാൽ കെ സുധാകരന് സീറ്റ് കിട്ടും എന്നുറപ്പായതോടെ അടൂർ പ്രകാശ് ആ പോസ്റ്റ് പിൻവലിക്കുന്നു. എന്നിട്ട് നേരെ ഗോദയിലേക്ക് വീണ്ടും ചാടാൻ നോക്കുന്നു, അല്ലേ? കൃഷ്ണജി, അത് തന്നെയാണ്. അതായത് ഇന്ന് വൈകുന്നേരം രാവിലെ തന്നെ ഇതിപ്പോൾ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുമെന്നായിരുന്നു. ഇന്നലെ മുതൽ തന്നെ അത്തരം അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും. എന്നാൽ ഇന്നലെ അർദ്ധരാത്രി 2:30 വരെ നീണ്ടുനിന്ന യോഗത്തിന് ശേഷവും സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുവാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി സ്ഥാനാർത്ഥി പട്ടിക വരുമെന്ന് പറഞ്ഞു. എന്നാൽ ഇന്നും സ്ഥാനാർത്ഥി പട്ടിക വന്നിട്ടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് വൈകുന്നേരം 4 മണിയോടുകൂടി സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമെന്ന് പറയുന്നു. അതല്ല, ഇനി നാളെയാകുമെന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഏതായാലും ഇതുവരെയായിട്ടും സ്ഥാനാർത്ഥി പട്ടിക, അതായത് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടൊരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുവാൻ വേണ്ടി കോൺഗ്രസിന് സാധിച്ചിട്ടില്ല. അതേസമയം സുധാകരൻ്റെ ശക്തമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കോൺഗ്രസ് നേതൃത്വം എന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. അതായത് സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അത് സുധാകരൻ്റെ ശക്തമായ സമ്മർദ്ദ തന്ത്രമായിരുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ അത്രമാത്രം സമ്മർദ്ദമായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന് മേൽ സുധാകരൻ ചുരുത്തിയിരുന്നത്. വിമത സ്വരം ഉയർത്തി, പ്രത്യേക പാർട്ടി രൂപീകരണം എന്ന തരത്തിൽ പോലും അത്തരം ആലോചനകളെത്തി. വാർത്താ സമ്മേളനം വിളിച്ച് പുതിയ പാർട്ടി രൂപീകരിച്ച് മറ്റ് മുന്നണിയുടെ ഭാഗമാകുവാനുള്ള ചില നീക്കങ്ങൾ പോലും സുധാകരൻ നടത്തിയെന്നുള്ളതാണ് സുധാകരൻ അനുകൂലികൾ വ്യക്തമാക്കുന്നത്. തുടങ്ങി അത്തരം സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ടാണ് ഒടുവിൽ AK ആൻ്റണി പോലും ഇടപെട്ടുകൊണ്ട് സുധാകരനെ സീറ്റ് ഉറപ്പിക്കുവാൻ വേണ്ടിയുള്ള നീക്കത്തിലേക്ക് എത്തിയത്. അതേസമയം തന്നെ MP-മാർ ആരും തന്നെ മത്സരിക്കുന്നില്ല, അല്ലെങ്കിൽ ആർക്കും തന്നെ സീറ്റ് നൽകേണ്ട എന്നുള്ള നിലപാടിൽ ഇന്നലെ മല്ലികാർജ്ജുന ഖാർഗെ എത്തിയിരുന്നു. മാത്രമല്ല, ആദ്യം മുതൽ തന്നെ ഏതാണ്ട് 9ഓളം MP-മാർ മത്സരിക്കണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം അടൂർ പ്രകാശും സുധാകരനും തന്നെയായിരുന്നു. സുധാകരൻ ഒരു തരത്തിലും ഇതിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല. അതേസമയം സുധാകരൻ ഉറപ്പായും പിന്മാറും, മറ്റാർക്കും തന്നെ സീറ്റ് നൽകില്ല എന്ന് വാഗ്ദാനം നൽകിയാണ് ഈ നിലപാടിൽ നിന്നും മറ്റ് MP-മാരെ പിന്നോട്ട് വലിക്കുവാൻ വേണ്ടി കോൺഗ്രസ് നേതൃത്വത്തിനായത്. എന്നാൽ ഒരു തരത്തിലും MP-മാർ പിന്നോട്ട് പോകുന്നില്ല. ചില MP-മാർ ഇപ്പോഴും അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം അടൂർ പ്രകാശ് തന്നെയാണ്. അടൂർ പ്രകാശിന് വേണ്ടി നേരത്തെ തന്നെ ശിവഗിരി മഠം അടക്കം രംഗത്തെത്തിയിരുന്നു. ഒരു മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈഴവ പ്രാതിനിധ്യമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അടൂർ പ്രകാശിന് വേണ്ടി ശിവഗിരി മഠം അടക്കം രംഗത്തെത്തിയിരുന്നത്. ഈ അടൂർ പ്രകാശ് നേരത്തെ ആദ്യഘട്ടത്തിൽ ഈ നേതൃത്വത്തിന് വഴങ്ങുവാൻ വേണ്ടിയുള്ള തീരുമാനമുണ്ടായിരുന്നു. അത് സുധാകരനടക്കം MP-മാർക്ക് ആർക്കും സീറ്റ് നൽകില്ല എന്നുള്ള ധാരണയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ സുധാകരന് സീറ്റ് നൽകാൻ കാണിച്ച ഈ നീക്കം അത് അടൂർ പ്രകാശിനെ ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുകയാണ്. തനിക്കും സീറ്റ് വേണമെന്നുള്ള ആവശ്യത്തിൽ ഇപ്പോൾ വീണ്ടും അടൂർ പ്രകാശും ദേശീയ നേതൃത്വത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. മാത്രമല്ല, അടൂർ പ്രകാശിന് സീറ്റ് നൽകിയാൽ സ്വാഭാവികമായും ബെന്നി ബെഹനാൻ, അതേപോലെ തന്നെ MK രാഘവൻ അടക്കമുള്ള MP-മാരും കലാപക്കൊടി ഉയർത്തുവാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കോൺഗ്രസ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് നിലനിൽക്കുന്നത്. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. അങ്ങനെ ഈ MP-മാരെയൊക്കെ തൃപ്തിപ്പെടുത്താതെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചാൽ അത് കനത്ത തിരിച്ചടിക്ക് വഴിവെക്കുമെന്നുള്ള വിലയിരുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് സുധാകരൻ്റെ കാര്യത്തിൽ അത്തരമൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് സുധാകരൻ സീറ്റ് നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. കണ്ണൂരിൽ സുധാകരൻ സീറ്റ് നൽകിയില്ലെങ്കിൽ സണ്ണി ജോസഫ് അടക്കമുള്ളവർ തോൽവി ഏറ്റുവാങ്ങുമെന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. അത് കണ്ണൂരിൽ മാത്രമല്ല, സംസ്ഥാനത്തുടനീളം അതിൻ്റെ അലയൊലികൾ ഉണ്ടാകുമെന്നുള്ള വിലയിരുത്തലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒടുവിൽ സുധാകരന് സീറ്റ് നൽകുവാൻ വേണ്ടിയുള്ള ഒരു ധാരണയിലേക്ക് എത്തിയത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല നീങ്ങുന്നത്. കൂടുതൽ MP-മാർ സുധാകരൻ സീറ്റ് നൽകിയാൽ തങ്ങൾക്കും മത്സരിക്കണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതിൽ പ്രധാനി അടൂർ പ്രകാശ് തന്നെയാണ്. അടൂർ പ്രകാശിനെയും ഇനി അനുനയിപ്പിക്കുവാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഏതായാലും വൈകുന്നേരത്തോടുകൂടി സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. എന്നാൽ ഇന്ന് പുറത്തു വരില്ല, നാളെ സ്ഥാനാർത്ഥി പട്ടിക വരുമെന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആശയക്കുഴപ്പം പാർട്ടിക്കുള്ളിൽ തന്നെ തുടരുന്നൊരു അവസ്ഥയിലാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നത്. അങ്ങനെ പുറത്തിറങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ സുധാകരൻ്റെ പേരുണ്ടാകുമോ, അടൂർ പ്രകാശിൻ്റെ പേരുണ്ടാകുമോ തുടങ്ങിയ ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. കൃഷ്ണരാജ്.
ശരി, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. നന്ദഗോപൻ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ ഒരു വാർത്താ സമ്മേളനം നടത്തുമെന്ന് സുധാകരൻ പറഞ്ഞിരുന്നുവല്ലോ, അത് ഉപേക്ഷിച്ചുവെന്ന് കേട്ടു. എങ്കിലും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ വേണമല്ലോ. മാധ്യമങ്ങളെ കാണുന്നുണ്ടോ കെ സുധാകരൻ? നിലവിൽ അത്തരം നീക്കങ്ങളില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാവിലെ 12 മണിക്ക് വാർത്താ സമ്മേളനം നടത്തി പുതിയ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് സുധാകരൻ അനുകൂലികൾ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ അത്തരമൊരു നീക്കം ഇല്ല എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എടുക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് കൂടി പോകേണ്ടിയിരിക്കുന്നു. കാര്യങ്ങളാണ് അറിയുന്നത്. അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റ സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. ഒറ്റ സെക്കൻഡ് ഇതിനൊക്കെ ഉണ്ടായിരിക്കാൻ റെഡി. സാറേ, ഈ പട്ടിക വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും വന്നിട്ടില്ല. എന്താണ് ഈ വൈകാനുള്ള കാരണം എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അല്ല, പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡൻറ്റും ഒക്കെ ഇന്നലെ വെളുപ്പാങ്കാലത്ത് 3:30 മണിക്ക് കേരളത്തിലേക്ക് പോയി. അവരൊക്കെ അവരുടെ മണ്ഡലത്തിൽ പര്യടനവും പ്രചരണവും ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി CEC ഫൈനലൈസ് ചെയ്ത ഒരു ലിസ്റ്റിൽ ഇനി മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോസസ്സുകൾ വേണ്ടിവരും. അപ്പോൾ സ്വാഭാവികമായി കേരളത്തിലെ നേതാക്കന്മാർ ഇവിടെ തിരിച്ചു വരികയോ അല്ലെങ്കിൽ അവരുടെ കൺസെൻറ്റ് മേടിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള സാധ്യത വളരെ കാലത്തെ പാരമ്പര്യമുള്ള ഒരാളെന്ന നിലയ്ക്ക് അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഇനിയിപ്പോൾ രാഷ്ട്രീയം സാധ്യതകളുടെ ഒരു കലയായതുകൊണ്ട് എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ഓരോ ചാനലുകൾ ഓരോ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. ആ വാർത്തകളൊക്കെ വെറും അഭ്യൂഹം മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അഭ്യൂഹം എന്ന് പറയുന്നത് അല്ല, ഞാൻ പറഞ്ഞത് CEC പാസ്സാക്കിയ ലിസ്റ്റ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾക്കും അതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. സ്വാഭാവികമായി CEC ഒരു ലിസ്റ്റ് പാസ്സാക്കി ആ യോഗത്തിൽ പങ്കെടുത്ത ആൾ കേരളത്തിലേക്ക് മടങ്ങിപ്പോയതിനു ശേഷം ആ ലിസ്റ്റ് റിവോക്ക് ചെയ്യണമെങ്കിലോ റീഓപ്പൺ ചെയ്യണമെങ്കിലോ അവരുടെ ഒരു പെർമിഷൻ വേണ്ടി വരില്ലേ? അപ്പോൾ അതൊരു സ്വാഭാവികമായ പ്രക്രിയയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ അതിനുള്ള സാധ്യതകൾ കാണുന്നില്ല. ഇനി എന്തെങ്കിലും സാധ്യത നിങ്ങൾ കാണുന്നെങ്കിൽ ഞാൻ അതിനെ എതിർക്കുന്നുമില്ല. മത്സരിക്കുന്നുണ്ട്, അങ്ങയുടെ ഒരു അഭിപ്രായം എന്താണ്? MP ഒറ്റ കാര്യം, ഇന്നും കെ സുധാകരനുമായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞത് വാർത്താ സമ്മേളനം നടത്തും, പാർട്ടി വിടും, ഒരുപക്ഷെ ഒരു സ്വതന്ത്ര പാർട്ടി രൂപീകരിക്കും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അദ്ദേഹവുമായി അടുപ്പമുള്ള വൃത്തങ്ങൾ പറഞ്ഞിരുന്നു മാധ്യമങ്ങളോട്. ഇത് നുണയല്ല, ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ വാർത്തയല്ലേ? അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്തൊക്കെ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസിന്റെ പരമോന്നതനായ നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നന്ദഗോപൻ തത്സമയം വരെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടേക്ക് വന്നത്. നോക്കൂ, അദ്ദേഹം പറയുന്നത് ഇനി ഇതിൽ തിരുത്തുണ്ടാകാനുള്ള സാധ്യതയില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ ഇവിടേക്ക് എത്തിയ VD സതീശനും സണ്ണി ജോസഫും ഒക്കെ തിരിച്ചു വരണം, അല്ലെങ്കിൽ അവരുമായി കണക്ട് ചെയ്ത് തിരുത്തൽ വരുത്തണമെന്നാണ്. തിരുത്തൽ വരുത്താനുള്ള സാധ്യതയില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് കെ സുധാകരൻ ലിസ്റ്റിൽ വരാൻ സാധ്യതയില്ലെന്നാണോ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും എന്താണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതിൻ്റെ പൂർണ്ണ രൂപമെന്ന് വരികൾക്കിടയിലൂടെ നോക്കേണ്ടതുണ്ട്. നന്ദഗോപനുണ്ടോ? നന്ദഗോപൻ, ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഞാനതാണിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നതും. അതായത് ഇവിടെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പൂർത്തിയാക്കി സമർപ്പിച്ച ശേഷം പ്രമുഖ നേതാക്കൾ, ഇപ്പോൾ ചെന്നിത്തലയും സതീശനും സണ്ണി ജോസഫും ഒക്കെ നാട്ടിലേക്ക് മടങ്ങി അവരവരുടെ മണ്ഡലങ്ങളിൽ പ്രവർത്തനവും ആരംഭിച്ചു. അപ്പോഴാണ് സുധാകരൻ്റെ പടലപ്പിണക്കം രൂക്ഷമായത്, ഭീഷണിയായത്. അതിന് മുന്നിൽ നേതൃത്വം കീഴടങ്ങി എന്നാണ് വാർത്തകൾ വന്നത്. നമ്മൾ മനസ്സിലാക്കി അങ്ങനെയാണ് സുധാകരൻ മത്സരിക്കുമെന്നും. പക്ഷേ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് അതല്ലല്ലോ.
കൃഷ്ണരാജ് അത് തന്നെയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ നൽകുന്ന സൂചനകൾ അത് തന്നെയാണ്. അതായത് സുധാകരൻ മത്സരിക്കില്ല എന്നുള്ളതാണ്. ആദ്യഘട്ടം അതായത് തെരഞ്ഞെടുപ്പ് സമിതി ചേർന്നിരുന്നു, അങ്ങനെ ഒരു പട്ടിക തയ്യാറാക്കിയിരുന്നു. ആ പട്ടിക തയ്യാറാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒക്കെ തന്നെ നാട്ടിലേക്ക് പോയത്. ഈ നേതാക്കളുടെ അംഗീകാരത്തോടു കൂടിയാണ് ഈ പട്ടിക തയ്യാറാക്കിയത്. ഇപ്പോൾ അങ്ങനെ ഒരു പട്ടിക തയ്യാറായി ഇരിപ്പുണ്ട്. ഇനി ആ പട്ടികയിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഈ നേതാക്കൾ വീണ്ടും തിരിച്ചു വന്ന് അവരുടെ കൺസേൺ ഈ വിഷയത്തിൽ ആവശ്യമാണ്, അവരുടെ അനുമതി ഇതിൽ ആവശ്യമാണ് എന്നുള്ളതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും ലഭ്യമായ സൂചനകൾ പ്രകാരം ആ സുധാകരൻ്റെ പേര് പട്ടികയിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അദ്ദേഹം വ്യക്തമാക്കിയതും അതുതന്നെയാണ്. അത് തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ്. പട്ടിക താൻ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ആരും തന്നെ കണ്ടിട്ടില്ല, ആ സമിതിയിലുള്ളവർ മാത്രമായിരുന്നു ആ പട്ടിക കണ്ടിട്ടുള്ളതെന്ന് അദ്ദേഹം പറയുമ്പോഴും സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവാണ്, MP ആണ്, അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായ ധാരണയുണ്ടാകും. അല്ലെങ്കിൽ എന്തായിരുന്നു പാർട്ടി നേതൃത്വം എടുത്ത നിലപാട് എന്നുള്ള ധാരണ അദ്ദേഹത്തിനുണ്ടാകും. ആ ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരുപക്ഷെ ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത്. അങ്ങനെ ഒരു പട്ടികയിൽ ഒരു മാറ്റം വരുത്തണമെങ്കിൽ അത് വലിയ ഒരു പ്രൊസീജിയറിൻ്റെ ഭാഗമാണ്, വലിയൊരു പ്രൊസീജിയറിലൂടെ കടന്നു പോകണം. ഈ നേതാക്കളൊക്കെ തിരിച്ചു മടങ്ങി വന്ന് അതിനുള്ള അനുമതി നൽകണമെന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതായത് സുധാകരനെ തടയുവാൻ വേണ്ടി തന്നെ ആയിരിക്കണം കോൺഗ്രസ് നീക്കം. അതായത് സുധാകരൻ്റെ സമ്മർദ്ദത്തിന് മുന്നിൽ കോൺഗ്രസ് നേതൃത്വം ഒരുപക്ഷെ വഴങ്ങാനിടയില്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം നൽകിയിരിക്കുന്നത്. ഏതായാലും സുധാകരൻ ഈ വിഷയത്തിൽ ഇപ്പോഴും മൗനം പാലിക്കുകയാണ്. നേരത്തെ 12 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് വിവിധ സ്വരം ഉയർത്തുമെന്നുള്ള സൂചനകൾ നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകൾ നൽകുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് മാധ്യമങ്ങളിലൂടെ പല വ്യൂഹങ്ങളും പുറത്തു വരുന്നുണ്ട്, എന്നാൽ അതിൽ യാഥാർത്ഥ്യമില്ല എന്നുള്ളതാണ്. അത് പ്രധാനമായും ഈ സുധാകരൻ്റെ വിഷയം തന്നെയാണ്. സുധാകരൻ മത്സരിക്കുമെന്നുള്ള വാർത്തകളാണ് പ്രധാനമായും മാധ്യമങ്ങൾ നൽകിയത്. അത്തരം അവ്യൂഹങ്ങൾക്ക് സ്ഥാനമില്ല എന്ന് ഇദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായും അത് സുധാകരനെ പൂർണ്ണമായും പാർട്ടി തഴഞ്ഞു എന്നുള്ളതായിരിക്കണം കരുതേണ്ടിയിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇഴകീറി പരിശോധിച്ചാൽ അതുതന്നെയാണ് വ്യക്തമാകുന്നത്. സുധാകരന് ഒരു പക്ഷേ പാർട്ടി നേതൃത്വം സീറ്റ് നൽകാൻ ഇടയില്ല. അത്തരത്തിൽ സുധാകരന് സീറ്റ് നൽകുന്നത് അത് മറ്റൊരു തെറ്റായ സന്ദേശം നൽകുമെന്നുള്ളതാണ് പ്രധാനമായും വിലയിരുത്തപ്പെടുന്നത്. മറ്റ് MP-മാർക്ക് കൂടി ഇളവ് നൽകേണ്ട സാഹചര്യം പ്രധാനമായും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായും ഈയൊരു സാഹചര്യം, അതായത് സുധാകരനെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ സുധാകരന് സീറ്റ് നൽകാതെ മറ്റ് MP-മാരെ കൂടി തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ഇപ്പോൾ പാർട്ടി നേതൃത്വം ശ്രമിക്കുന്നത് എന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ഏതായാലും അന്തിമ ഒരു തീരുമാനം അല്ലെങ്കിൽ അന്തിമമായി ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടിയിരിക്കുന്നത് ഈ പട്ടികയിൽ സുധാകരൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് കത്തിരുന്ന് കാണേണ്ടി തന്നെ ഇരിക്കുന്നു. വൈകുന്നേരം 3 മണിക്കും 4 മണിക്കും ഒക്കെ തന്നെ പട്ടിക പുറത്തിറങ്ങുമെന്ന് അത്തരം സൂചനകൾ ലഭ്യമാകുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. സുധാകരൻ ഇല്ലാത്ത ഒരു പട്ടികയാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസ് പാർട്ടിയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യതകളാണ് നിൽക്കുന്നത്. അത് തള്ളിക്കളയാൻ കഴിയില്ല. സുധാകരൻ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ സുധാകരനില്ലാത്ത പട്ടികയാണെങ്കിൽ കണ്ണൂരിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമാകും. ആ പൊട്ടിത്തെറിയുടെ അലയൊലികൾ ആഘാതം അത് സംസ്ഥാനത്തുടനീളം അടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഉത്തര മലബാർ മേഖലയിൽ കോൺഗ്രസിൻ്റെ പതനം പൂർണ്ണമാകുന്ന ഒരു തീരുമാനത്തിലേക്കായിരിക്കും അങ്ങനെയെങ്കിൽ കോൺഗ്രസ് പാർട്ടി എത്തിച്ചേരുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും കുറേ അഭ്യൂഹങ്ങൾ വിവിധ ചാനലുകളിൽ നമ്മൾ കണ്ടു. സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കും, സുധാകരൻ സ്വന്തം പാർട്ടി ഉണ്ടാക്കും, സുധാകരൻ NDAയിലേക്ക് പോകും, അങ്ങനെ പല വാർത്തകൾ കേട്ടു. ഒടുവിൽ കേട്ടത് സുധാകരന് വഴങ്ങി എന്നാണ് ഹൈക്കമാൻഡ്, സുധാകരൻ മത്സരിക്കും എന്നാണ്. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതെല്ലാം തിരുത്തി പറയുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ സാധ്യതകളുടെ കലയാണല്ലോ രാഷ്ട്രീയം, എന്തും എപ്പോഴും സംഭവിക്കാം. പക്ഷേ ഞാൻ കരുതുന്നില്ല സുധാകരന് സീറ്റ് നൽകുമെന്ന് പറയാതെ പറയുന്നു. അതായത് ഹൈക്കമാൻഡിന് മുന്നിൽ സമർപ്പിക്കപ്പെട്ട പട്ടിക അത് സമർപ്പിച്ച ശേഷം സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഒക്കെ നാട്ടിലേക്ക് മടങ്ങിയല്ലോ. ഇനി അവരവരുടെ മണ്ഡലങ്ങളിൽ സജീവമാകുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇനി ഇതിൽ തിരുത്തൽ ഉണ്ടാക്കാനാവുക? ഒരു പ്രക്രിയ വേണ്ടി വരും. അതാണ് ചോദ്യം. എങ്ങനെ തിരുത്താനാകും? അതിനർത്ഥം സുധാകരന് സീറ്റില്ലെന്നോ? സുധാകരനെ താൻ ചെന്ന് കണ്ടാൽ സുധാകരന് താൻ ചതുർത്ഥിയാണെന്ന് പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പറച്ചിൽ വെറും രാഷ്ട്രീയമായി മാത്രം കണ്ടാൽ മതിയോ? അതോ സാധ്യതകളുടെ കലകൾക്ക് പിന്നാലെ പോയാൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതിൽ ശരിയുണ്ടോ?
ഇനി എങ്ങനെ തിരുത്താനാകുമെന്നാണ് ചോദിക്കുന്നത്. ഇനി എങ്ങനെ കെ സുധാകരനെ ഈ പട്ടികയിലേക്ക് തിരികെ കയറ്റുമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ചോദിക്കുന്നത്. അതിൽ ശരിയുണ്ടോ, അതോ സുധാകരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കും കണ്ണൂരിൽ എന്ന് നമുക്ക് ഉറപ്പിക്കാമോ? വീണ്ടും സാധ്യതകളുടെ കല എന്ന വാക്കിന് പിന്നാലെ നമ്മളെല്ലാവരും പോകുന്ന കാഴ്ച. വിവരങ്ങൾ നൽകുകയായിരുന്നു നന്ദഗോപൻ.